അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ പ്ലാറ്റ്ഫോം 4th പ്ലാറ്റ്ഫോമിലാണ്. തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് എനിക്ക് പോകാനുള്ളത്. അപ്പം ഞാനങ്ങനെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തിരക്കുള്ള ഒരു വലിയ സൗത്തിലെ തന്നെ ഭയങ്കര ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാം, ഇങ്ങനെ നമുക്ക് വെറുതെ കുറച്ച് തിന്നണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. എൻ്റെ ട്രെയിൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ട്രെയിനിൽ കയറാൻ വേണ്ടി, എൻ്റെ S7 ആണ്. അപ്പോൾ ഞാൻ അവിടേക്ക് അറ്റത്തേക്ക് പോകണം. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു കമ്പനി ഇല്ല. എന്നാലും എനിക്കിങ്ങനെ ഇഷ്ടം ഒറ്റയ്ക്ക് പോകാൻ. അങ്ങനെ എൻ്റെ കമ്പാർട്ട്മെൻറ്റ് എത്തി. S7 കയറി. ഫസ്റ്റ് തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്, 1ാമത്തെ സീറ്റാണ് എൻ്റെത്. അപ്പോൾ കയറി കഴിഞ്ഞാൽ ആ സൈഡിൽ തന്നെയായിരുന്നു. അങ്ങനെ എനിക്ക് വിൻഡോ സൈഡ് തന്നെ കിട്ടിയിട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് വിൻഡോ സൈഡ് കിട്ടിയാൽ മതിയായിരുന്നു. ലോവർ ബെഡാണെന്നറിയാം, പക്ഷെ വിൻഡോ സൈഡ് ആണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ വിൻഡോ സൈഡ് തന്നെ കയറിയിരുന്നു. പിന്നെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് കമ്പനി ആരുമില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ നാട്ടിലേക്ക് വരാൻ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിൻ എടുത്ത സമയത്ത് കണ്ടു. തമിഴ്നാട്ടിൽ ഇതുപോലെയാണ്, പച്ചപ്പ് അങ്ങും ഇങ്ങും ഉണ്ട്, പക്ഷെ നിറയെ പച്ചപ്പില്ലാത്ത ഭാഗങ്ങളാണ് കൂടുതൽ. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പച്ചപ്പായിരിക്കുമല്ലേ, പക്ഷെ ഇവിടങ്ങളിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെ കുറേ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചൊക്കെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളാണ് കൂടുതലും. ഇങ്ങനെ ട്രെയിൻ പിടിച്ചിട്ടപ്പോൾ നല്ലൊരു കാഴ്ച കാണാം. അതായത് എനിക്കിങ്ങനെ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിറയെ വാഗപ്പൂവൊക്കെ ആയിട്ട് കുറേ ഇവിടെ തുരതുരാന്ന് ചെടികളുണ്ട്, അവിടെയൊക്കെ ചെടികളായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പിന്നെയാണ് എനിക്ക് ഇടയ്ക്ക് വിശക്കുമ്പോൾ സ്നാക്സൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് മലയാളീസ് ആയിരുന്നു, പക്ഷെ അവരൊന്നും അധികം അങ്ങനെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനാകെ ഇങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ കാഴ്ചകൾ കാണാമല്ലോ. ഇതൊക്കെ നമ്മുടെ ഒരു ബോർഡർ എത്താറായിട്ടുണ്ടല്ലോ. കേരള ബോർഡറൊക്കെ ആയപ്പോഴാണ് ഇത്രയും കൂടി കുറച്ച് പച്ചപ്പും കൃഷിയിടങ്ങളൊക്കെ കണ്ടത്. എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. ഈ മലകൾ, ഈ പറഞ്ഞ നാച്ചുറൽ ബ്യൂട്ടി, ഇതൊക്കെ വീക്ക്നെസ് ആണ് കേട്ടോ. പക്ഷെ എന്ത് രസമാണ്. ഇവിടെയൊക്കെ നിറയെ കൃഷികളായിരുന്നു. 1 മണിയോട് കൂടി ഞാൻ തൃശ്ശൂർ എത്തി കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ എന്നെ കൊണ്ടുവരാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ. എന്ത് സുഖമാണെന്നേ. മഴയൊക്കെ പെയ്ത് പോയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഭാഗ്യം എനിക്ക് മഴ കിട്ടിയില്ല. രാത്രി മഴയും കൂടി കൊണ്ടിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അത്രയും നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ നമ്മുടെ നാട്ടിൽ. എന്ത് സുഖമല്ലേ. നമ്മുടെ നാട് തന്നെയാണ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ നാട്ടിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു വിലയൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി എന്നിട്ട് വേണം കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ബൈ.